Hello guys, welcome back to Yogo Bonito. Real Madrid is cooking guys, Real Madrid is cooking. സോ റിയൽ മാഡ്രിഡ് ഒരുപാട് പ്ലേയേഴ്സിനായിട്ട് ലിങ്കപ്പ് ആയിട്ടുണ്ട്. ഒരുപാട് പ്ലേയേഴ്സിനെ അവർ ചാബി അലോൺസോ വന്ന ശേഷം ചാബി അലോൺസിനെ എടുത്ത ശേഷം അവർ ടീം ഫുള്ളും ഒന്ന് മാറ്റാൻ നോക്കുവാണ്. അവരുടെ ഒരു വീക്ക് സൈഡ് മൊത്തം ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാ രീതിയിലും അവർ മോടി പിടിപ്പിക്കാൻ നോക്കുവാണ്. ആക്ച്വലി കഴിഞ്ഞ സീസണിൽ നിന്ന് അവർ എനിക്ക് തോന്നുന്നു നാല് ക്ലാസ്സൊക്കെ തോറ്റതൊക്കെ ഇതാണ് അവരൊരു അംബീഷനുള്ള ക്ലബ്ബാണ്. എന്തൊക്കെ പറഞ്ഞാലും അവർ വലിയൊരു അംബീഷനുള്ള ക്ലബ്ബാണ്. അവർ ഡൗൺ സൈഡ് വന്ന അടുത്ത സീസൺ തന്നെ അതിന് എന്തൊക്കെയാണ് കുറവ് അതിനുള്ള ബാക്കിങ് കൊടുത്തിരിക്കും. പിന്നെ മാത്രമല്ല ഇമോഷണൽ ഫാക്ടേഴ്സിൽ ഇങ്ങനെ ഒരുപാട് പിടിച്ചൂങ്ങി നിൽക്കുന്ന ക്ലബ്ബുമല്ല. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് അവരുടെ സെല്ലിങ് കേപ്പബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഏതെങ്കിലും പ്ലേയേഴ്സിനെ ഒഴിവാക്കാൻ അവരെ കഴിഞ്ഞ് വേറെ ആർക്കും കഴിവില്ല. അവർക്ക് നല്ല രീതിയിൽ അതിന് കഴിവുണ്ട്. ഒരു പ്ലെയറിനെ ഒഴിവാക്കാൻ നല്ല രീതിയിൽ ഒഴിവാക്കാൻ അവർക്കറിയാം, നല്ല രീതിയിൽ വിൽക്കാനും അറിയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രാങ്കോ മസ്റ്റുവാനോനെ പറ്റിയാണ്. അർജന്റൈൻ സ്റ്റാർ ബോയ് എന്നാണ് പറയുന്നത്. വെറും 17 വയസ്സുള്ള ചെക്കനാണ്. അണ്ടർ 17, അണ്ടർ 20 അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പ്രൊഫൈലിലാണ് കളിക്കുന്നത്. റൈറ്റ് വിങ്ങറായിട്ടും കളിക്കാം. ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ആണ്. പറയുവാണെങ്കിൽ അറ്റാക്കിംഗ് ഓറിയന്റഡ് പ്ലെയർ ആണ്. അതായത് നല്ല രീതിയിൽ ബിറ്റ്വീൻ ദ ലൈൻസ് പന്ത് ഹോൾഡ് ചെയ്യാൻ കുഴപ്പമില്ല. മീൻസ് ഒരു പേടിയില്ലാത്ത ഒരാളാണ്. ഇത് റിയൽ മാഡ്രിഡിന് ആവശ്യമുള്ള പ്രൊഫൈലാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാനും ഫോർവേഡ് പാസ് കൊടുക്കാനും ഉള്ളൊരു പ്ലെയർ ശരിക്കും വീക്കാണ് ഇപ്പോൾ മിഡ്ഫീൽഡിട്ട് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ അവർക്ക് ഗുണമായിരിക്കും. ബട്ട് ഡിഫെൻസീവ്ലി നമുക്കൊന്നും അറിയില്ല. ഡിഫെൻസീവ്ലി ആരും ഇത് മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി ഞാൻ ഫുൾത്തെ ഫ്രാങ്കോൻ്റെ കളി കണ്ടിട്ടില്ല, ചെക്കൻ്റെ കളി കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പല സൈറ്റുകളിലും പറഞ്ഞതും പല ആൾക്കാരും പറഞ്ഞതും പറയുവാണ് ഞാൻ. ഡിഫെൻസീവ്ലി ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ പ്രോഗ്രസീവ് പാസസും ബിറ്റ്വീൻ ദ ലൈൻസും ഡ്രിബിളറാണ്. പിന്നെ ഫ്രീ കിക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്. റിവർ പ്ലേറ്റിന് വേണ്ടിയാണ് കളിച്ചത്. അപ്പോൾ റിവർ പ്ലേറ്റിൽ ഫ്രീ കിക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരുപാട് മാച്ചസ് കളിച്ചിട്ടില്ല. ഒരുപാട് മാച്ചസ് കളിച്ചൊരു പരിശീലനമില്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ പ്രശ്നമല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം പിള്ളേരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ റിയമാൽ കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്നുള്ളത് പണ്ടത്തെ കഥയായി. ഇപ്പോൾ ഇഫ് യു ഹാവ് ഇറ്റ് എന്നുള്ള രീതിയിലാണ് ചെറുപ്പത്തിലെ തന്നെ പ്ലേയേഴ്സിന് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയില്ല ഫ്രാങ്കോനെ പറ്റി ഇപ്പോൾ അന്ന് എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് പറയാനുള്ള നെഗറ്റീവ്. ബാക്കി വിഷ്വലി നമ്മൾ ക്ലിപ്സ് ഒക്കെ കാണുമ്പോൾ ഈസ് ഗുഡ് എന്ന് നമുക്ക് തോന്നും. ബാക്കിയെല്ലാം കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡെവ്യൂ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് ഡെവ്യൂ എടുത്തത്. കുറേ പേർ PSG ആയിട്ടാണ് ലിങ്ക് വന്നത്. ആദ്യം PSG ആയിട്ടാണ് ലിങ്ക് വന്നത്. ഒബ്വിയസ്ലി PSG ആയിട്ട് ലിങ്ക് വന്നു. ഇപ്പോൾ PSG ആണല്ലോ അത്. ഏതെങ്കിലും ഒരു യങ് പ്ലെയർ മുളയ്ക്കുവാണെങ്കിൽ ഔട്ട്റൈറ്റ് പോയി വാങ്ങാനുള്ള പ്ലാനിലാണ് അവന്മാരിയിരിക്കുന്നത്. ഓയിൽ മണി അവന്മാർ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അപ്പോഴാണ് ഇപ്പോൾ റിയൽ മാഡ്രിഡ് പുള്ളിയുടെ ഫ്രാങ്കോൻ്റെ ക്യാമ്പിൽ പോയി ഇപ്പോൾ PSG ഔട്ട്റൈറ്റ് റിജക്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ PSG ആയിട്ടുള്ള കോൺടാക്ട് ബ്ലോക്ക് ചെയ്തു. ഫ്രാങ്കോയും റിയൽ മാഡ്രിഡ് തമ്മിലാണ് ഡീല്. ഫ്രാങ്കോ റിയൽ മാഡ്രിഡ് ഫാനാണെന്നാണ് പറയണത്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പിന്നെ PSG ബെറ്റർ ചോയ്സ് എന്തായാലും റിയൽ മാഡ്രിഡ് ആയിരിക്കുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നോക്കുമ്പോൾ എന്തായാലും റിയൽ മാഡ്രിഡ് ആയിരിക്കും. ഒരു സ്പാനിഷ് ലീഗ് കളിക്കാൻ പറ്റും. പിന്നെ ബെറ്റർ ക്ലബ്ബുമാണ്. അപ്പോൾ എന്തായാലും റിയൽ മാഡ്രിഡ് ആയിരിക്കും പുള്ളി ചോയ്സ് ചെയ്യണത്. ഇതിൻ്റെ ഇടയിൽ കൺഫേം ഒന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്ന പുള്ളി അങ്ങോട്ട് പോകാനാണ് ചാൻസ്. അപ്പോൾ ചാബി അലോൺസോ വെച്ച് മൊത്തം റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് സീസൺ റിയൽ മാഡ്രിഡിനെ കുറച്ച് പേടിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ട്രെൻഡ് ഓക്കെ, ട്രെൻഡ് നല്ലൊരു സൈനിങ് ആണ്. ട്രെൻഡിനേക്കാളും എനിക്ക് അവർ നല്ല സൈനിങ് ആയിട്ട് വെക്കുക ഡീൻ ഹ്യൂസനെയാണ്. ഡീൻ ഹ്യൂസൻ ഈസ് എ ഗുഡ് പ്ലെയർ. ബോൺമൂത്തിന് വേണ്ടി നല്ല കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. ബോൺമൂത്തിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ഡീൻ ഹ്യൂസൻ അവർക്ക് നല്ലൊരു സൈനിങ് ആയിരിക്കും. പിന്നെ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. കഴിഞ്ഞിട്ട് രാമാന്നുള്ള മൂഡാണ്. ആൻഡേ ബുഡിമർ, പിന്നെ നിക്കോ പാസ്, അൽവാരോ കരാരസ്, ആഞ്ചലോ സ്റ്റില്ലർ, ഇത്രയും പ്ലെയറായിട്ട് ലിങ്കപ്പ് ഉണ്ട്. എല്ലാവരെയും വാങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാർ കാർഡടിച്ച് എല്ലാവരെയും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിന് പോരാത്തതിന് ഗ്രിമാൽഡോ ആയിട്ട് ലിങ്ക് ഉണ്ട്. പക്ഷെ ഗ്രിമാൽഡോനെ വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രിമാൽഡോ ആയിട്ട് ലിങ്ക് ഉണ്ട്. പിന്നെ അവർക്ക് ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് ബാക്ക് ഓപ്ഷനിലും അവർ ഒരു പ്ലെയറിനെ നോക്കുന്നുണ്ട്. അവരെ ലെഫ്റ്റ് ബാക്കിൽ അവർ നോക്കുന്നത് ലെഫ്റ്റ് ബാക്കിൽ അവർ ഗ്രിമാൽഡോനെ അവർ ലെഫ്റ്റ് ബാക്കിൽ നോക്കുന്നു. സുബിമെൻഡിനെ അവർ മിഡ്ഫീൽഡിലേക്ക് പോകുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡ് സുബിമെൻഡി അവർക്ക് നല്ലൊരു പ്രൊഫൈലാണ് ശരിക്കും. ഡിഫൻസീവ് മിഡ്ഫീൽഡ് റിയൽ മാഡ്രിഡിന് ഹോൾഡിങ് ചെയ്യുന്ന ഒരാളില്ല. പക്ഷെ വാങ്ങുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പേഴ്സണലായിട്ട് ലിങ്ക് ഉണ്ട് സുബിമെൻഡി. പക്ഷേ പേഴ്സണലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തൊരു പ്ലെയർ. ഒരുമാതിരി തന്നെ കിട്ടുവാണ് നല്ലതാ. ബാർസയായിട്ടും പണ്ട് ലിങ്ക് വന്നിരുന്നു. പക്ഷെ ബാർസ ഇനി വാങ്ങുന്നു തോന്നുന്നില്ല. പിന്നെ റിറ്റ്സുമായിട്ട് പണ്ട് ലിങ്ക് വന്നിരുന്നു. ഇപ്പോൾ റിറ്റ്സ് എന്തായാലും ലിവർപൂൾ തൂക്കിയ മൂടാണ്. അപ്പോൾ
എന്തായാലും റയൽ മാഡ്രിഡിന് ഒരു നല്ല സീസൺ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക്. എല്ലാ രീതിയിലുള്ള ബാക്കിങ് ചാബിയൻസിക്ക് കൊടുക്കുന്നുണ്ട്. ചാബിയൻസിക്ക് വരുന്ന സൈനിങ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്. സോ ലെറ്റ് സി നെക്സ്റ്റ് സീസൺ എന്തായിരിക്കും കുക്ക് ചെയ്യാൻ പോണെന്ന്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു. നമ്മൾ ഇനി വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.